ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഏറ്റവും ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്നത് തൃശ്ശൂർ തന്നെയാണ്. പ്രതാപനും സുരേഷ് ഗോപിയും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതാപൻ കൊരട്ടിമുത്തിക്ക് ഒരു വാഴക്കുലയാണ് സമർപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ നീക്കത്തിൽ അന്തം വിട്ടൊരു അവസ്ഥയിലാണ് പ്രതാപനുള്ളത്. അല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്നത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്ത് നല്ല മത്സരമായിരിക്കും, ആറ്റിങ്ങൽ, എന്തിന് പത്തനംതിട്ടയിൽ പോലും PC ജോർജാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ നല്ല മത്സരം നടക്കും. പാലക്കാട്, ഇങ്ങനെ പല ജില്ലകളിലും ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരുപക്ഷെ സ്മൃതി ഇറാനി ചെയ്തതുപോലെ മണ്ഡലം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3-4 വർഷമായി നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാം എന്ന് പറയുമ്പോൾ ഞാൻ BJP ഉൾപ്പെടെയാണ്. കാരണം BJPയിൽ തന്നെ ഒരു വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം നിലവിലുണ്ട്. അത് പരിഹൃതമായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഒരുപക്ഷെ അത്തരം ഘടകങ്ങളെപ്പോലും ആശങ്കപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സുരേഷ് ഗോപി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം, പ്രചരണ രീതിയല്ല ഞാൻ പറഞ്ഞത്, MP എന്ന നിലയിൽ, രാജ്യസഭാ MP എന്ന നിലയിൽ സുരേഷ് ഗോപി കഴിഞ്ഞ 6 വർഷക്കാലം നടത്തിയ പ്രവർത്തന മികവ് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച 20 MP-മാരെ താരതമ്യം ചെയ്താലും സുരേഷ് ഗോപിയാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഒരു MP എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിരുന്നു സുരേഷ് ഗോപി. തൃശ്ശൂർ തോറ്റിട്ടും തൃശ്ശൂർകാർക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ ഉൾപ്പെടെ സുരേഷ് ഗോപി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന ഒരു മാതൃക MP എന്നുള്ള ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റോ അല്ലെങ്കിൽ BJP വിരുദ്ധ ക്യാമ്പയിനൊക്കെ ഉണ്ട്. എന്നാൽ പോലും കേന്ദ്രത്തിൽ ഉണ്ടാവാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെയാണെന്ന് വളരെ വ്യക്തമായി എല്ലാവരും സംഭവിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ സംബന്ധിച്ച് തൃശ്ശൂരിൽ നിന്ന് പ്രതാപനെ പോലെ അല്ലെങ്കിൽ ഈ VS സുനിൽകുമാർ ജയിച്ചാൽ സുനിലിനെ പോലെ ഒരു പ്രതിപക്ഷ MP പോയിട്ട് തൃശ്ശൂരിന് എന്ത് വേണം? തൃശ്ശൂർ എന്ന് പറയുന്നത് കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ശക്തൻ മാറ്റിയ സ്ഥലമാണ്. പക്ഷേ കേരളത്തിൽ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോടിനെയോ തിരുവനന്തപുരത്തിനെയോ കൊച്ചിയോ എറണാകുളത്തിനെയോ അപേക്ഷിച്ച് അതുപോലെ വികസിതമായ ഒരു ജില്ലയല്ല തൃശ്ശൂർ. സാംസ്കാരിക തലസ്ഥാനമൊക്കെ പറയുന്നുണ്ടെങ്കിലും തൃശ്ശൂരിൻ്റെ ആ റൗണ്ടിന് ചുറ്റുമാണ് തൃശ്ശൂരിൻ്റെ വികസനം. തൃശ്ശൂരിന് സമഗ്രമായ ഒരു വികസനം ഉണ്ടാവണം. അതിന് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ MP എന്ന നിലയിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരുപക്ഷെ മന്ത്രിയാവാം. തോറ്റിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത ആൾ ജയിച്ചാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ഫാക്ടർ അവിടെയുണ്ട്. ഇത് വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഒരു MP-യുടെ പെർഫോമൻസ് വൈസ് ഒരു സ്ഥാനാർത്ഥിയെ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ്. ഒരു മണ്ഡലം, തൃശ്ശൂർ മാത്രമല്ല, ഒരു മണ്ഡലം തൃശ്ശൂരാണ്. അതായത് ഹിന്ദു വോട്ടുകൾ കഴിഞ്ഞാൽ ഒരാളെ ജയിപ്പിക്കണം അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന നിർണായക ഫാക്ടർ ക്രിസ്ത്യൻ വോട്ടുകൾക്കുണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ടുകളെ സംബന്ധിച്ച് അത് മിക്കവാറും കൺസോളിഡേറ്റഡ് ആണ്. ഹിന്ദു വോട്ടുകൾ ആരും ആശങ്കപ്പെടുന്നില്ല. അത് 3ആയിട്ട് വിഭജിക്കപ്പെടും. LDF-ന് പോവും, UDF-ന് പോവും, പിന്നെ BJP-ക്ക് പോകും. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ സംഘടിതമായി ചില കേന്ദ്രങ്ങളിലേക്ക് മാത്രം പമ്പ് ചെയ്യപ്പെടുന്നൊരു സ്ഥിതി മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് സുരേഷ് ഗോപിക്ക് ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നോക്കൂ, നമ്മുടെ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ്, അദ്ദേഹമാണ് ഇപ്പോൾ തൃശ്ശൂർ രൂപത അധ്യക്ഷൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദിയെ പോയി കണ്ടത്. അദ്ദേഹവും സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത ബന്ധമാണ്. നേരത്തെ അവിടുത്തെ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മണിപ്പൂരുമായി ബന്ധപ്പെടുത്തിയ ഒരു ലേഖനം വന്നപ്പോൾ അത് സഭയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് സിറോ മലബാർ സഭ തൃശ്ശൂർ രൂപതയുമൊക്കെയായി ബന്ധപ്പെട്ട് പരസ്യമായി രംഗത്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നും വരാറില്ല. ഒരു വിവാദ പ്രശ്നം ഉണ്ടായാൽ അത് അങ്ങനെയല്ല, ഞങ്ങളുടെ അഭിപ്രായമല്ല, ലേഖകൻ്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് സഭ വരേണ്ട കാരണമൊന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ ക്രിസ്ത്യൻ സഭയിൽ പോലും ഒരു പുനർവിചിന്തനത്തിൻ്റെ ഒരു കാലാവസ്ഥ ഒരുങ്ങി വരുന്നുണ്ട്. ഇതാണ് തൃശ്ശൂരിലെ പൊളിറ്റിക്കൽ ചിത്രം. അപ്പോൾ ക്രിസ്തീയ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപിയും ഒരുപക്ഷെ അത് ലക്ഷ്യമിടുന്നുണ്ടാവാം. ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അതെ, തീർച്ചയായും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയാണ്. ഇപ്പോൾ മാത്രമല്ല, അദ്ദേഹം മുൻകാലങ്ങളിലും ഈ മറ്റ് ദേവാലയങ്ങളിൽ കാണിക്കയിടുന്ന ആളാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 1999 തോന്നുന്നു എൻ്റെ നാട്ടിലെ ഒരു പരിപാടിക്ക് സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വന്ന ആളാണ് ഞാൻ. അപ്പോൾ തിരുവനന്തപുരം ജില്ല കഴിയുമ്പോൾ കൊല്ലത്തിനടുത്ത് കടുവാപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് റോഡ് സൈഡിൽ. ആ കടുവാപ്പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വണ്ടി നിർത്താൻ പറഞ്ഞു.
മുസ്ലിം പള്ളിയാണ്. അവിടെ കാണിക്കയിട്ടിട്ടാണ് സുരേഷ് ഗോപി പോയത്. അപ്പോൾ ഇതര മതങ്ങളെയും ഇതര വിശ്വാസധാരകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ സുരേഷ് ഗോപിക്കുണ്ട്. അദ്ദേഹം മാതാവിൻ്റെ ഒരു ഭക്തനാണ്. അങ്ങനെയാണ് ലൂർദ് പള്ളിയിലെ മാതാവിന് ഒരു കിരീടം വയ്ക്കുകയും അവിടെ ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളുടെ കൈ തട്ടിയത് താഴെ പോവുകയും അപ്പോൾ മാതാവ് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണം ചിലർ തുടങ്ങി വെച്ചെങ്കിലും അതൊന്നും ഏശിയില്ല. അപ്പോൾ അദ്ദേഹം വിശ്വാസിയായ ഒരാളാണ്, ഇതര മത വിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്ന്. അതാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞത്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ മാതാവിന് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. മകളുടെ വിവാഹം നടക്കുമ്പോൾ ഒരു വഴിപാട് ഇലക്ഷനായി മാത്രം ബന്ധപ്പെട്ട് കാണേണ്ട കാര്യമില്ല. മകളുടെ വിവാഹം നടക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കളും അവരുടെ സൗഖ്യത്തിന് വേണ്ടി അടുത്തുള്ള വിശ്വസിക്കുന്ന ദേവതകളെ ആരാധിക്കുകയും വഴിപാടുകൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതാണ് അവിടെ നടന്നത്. പക്ഷേ ഇപ്പോൾ പ്രതാപൻ ഇക്കാലം അത്രയും എവിടെയായിരുന്നു എന്ന് തൃശ്ശൂർക്കാരൻ ചോദിക്കുന്നത്. MP എന്ന നിലയിൽ ഒരു പെർഫോമൻസും ഒരു വിരലടയാളവും പ്രതാപൻ്റെതായ തൃശ്ശൂർക്കാർക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് തൃശ്ശൂരിലുള്ള ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായി, ഇദ്ദേഹം തീരദേശ മേഖലയിലുള്ള ആളുകൾക്ക് കടുത്ത അതൃപ്തിയാണ് പ്രതാപന്റെ നീക്കത്തിൽ. അല്ല, ഒരു MP എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് TN പ്രതാപൻ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ നിലവിലുള്ള MP മാരൊക്കെ മത്സരിക്കണമെന്നുള്ള കോൺഗ്രസ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പ്രതാപൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സുരേഷ് ഗോപിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തോറ്റുപോകുമെന്നുള്ള ആശങ്കയുടെ വക്കോളം എത്തിയിരുന്ന ആളാണ് പ്രതാപൻ. കാരണം ഇക്കുറി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൂടെ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റിംഗ് MP ഉണ്ടാകുന്ന ജനങ്ങളുടെ അനിഷ്ടത്തിൻ്റെ ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം കൊലയായിട്ട് പോയ പ്രതാപൻ്റെ കൊല മൂത്ത് പഴുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഇപ്പം മാത്രമല്ല, ഇപ്പം VS സുനിൽകുമാർ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ലൂർദ് പള്ളിയിലെ ശ്രാദ്ധം ഉണ്ണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രാദ്ധമൊക്കെ ഉണ്ടെന്ന് നല്ലതാണ്. ഈ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസ പ്രകാരം ഈ 16 അടിയന്തരം കഴിയുമ്പോഴും അതിന് ശ്രാദ്ധം എന്നൊക്കെ പറയും. അത് അത്തരം ശ്രാദ്ധമുണ്ടല്ലായി മാറുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും തൃശ്ശൂരെ മത്സരം എന്ന് പറയുന്നത് 3 രാഷ്ട്രീയ ശക്തികൾ മാത്രമല്ല, എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണം എന്നതിൻ്റെ ഒരു മാതൃകയ്ക്ക് വേണ്ടിയുള്ള മത്സരം കൂടിയാണ്. പക്ഷേ തൃശ്ശൂർ BJP A ക്ലാസ് മണ്ഡലം എന്ന് വിലയിരുത്തുമ്പോഴും അവിടെ LDFന് നല്ലൊരു ബേസുള്ള, ഇടതുപക്ഷത്തിന് നല്ലൊരു ബേസുള്ള മണ്ഡലമാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് എവിടെയാണ് ബേസ് ഇല്ലാത്തത്? ഏത് ജില്ലയിലാണ് ബേസ്? എല്ലാ ജില്ലയിലും. അതിപ്പോൾ തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വേരോട്ടമുള്ള പാർട്ടി ഇടതുപക്ഷ പാർട്ടി തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും വേരോട്ടമുള്ള മിക്കവാറും എല്ലാ വാർഡുകളിലും സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസും BJP പോലും, അല്ലേ? അപ്പോൾ എല്ലാ 3 പാർട്ടികളും ജനകീയ അടിത്തറയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ തന്നെയാണ്. ഇവിടെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും നോക്കൂ, എത്രയായി വോട്ടിംഗ് പെർസെൻറ്റേജ് 65-70% ആളുകളാണ് വോട്ട് ചെയ്യുന്നത്. ബാക്കി ഒരു 30-35% ആളുകൾ വോട്ട് ചെയ്യില്ല. പ്ലസ് 2 മുന്നണികളുടെയും വിജയത്തെ സ്വാധീനിക്കുന്ന 1-2% വോട്ടുകളുടെ ഷിഫ്റ്റാണ്. അപ്പോൾ 65% ആളുകൾ വോട്ട് ചെയ്യുന്നു. 3 മുന്നണികൾക്കുമായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഒരു മുന്നണിക്ക് അപ്പോൾ ആവറേജ് കിട്ടുന്നത് 20-25% വോട്ടുകളാണ്. ഇതിൽ 1-2% വോട്ടുകൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ ആ മുന്നണി തൂക്കും ആണല്ലോ. ഇതാണ് ഫാക്ടർ. ഇപ്പോൾ അതിനൊപ്പം തന്നെ വോട്ട് ചെയ്യാത്ത 65% വോട്ട് ചെയ്തെങ്കിൽ 35% ആളുകൾ, അതായത് 100-ൽ 35 പേര് വോട്ട് ചെയ്യാതെ ഉണ്ട്. ഇവരിലൊരു 10 പേരെങ്കിലും അവർക്ക് അടുത്ത അരാഷ്ട്രീയവാദികളാണ്, രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്തവരായിരിക്കും, നല്ല സ്ഥാനാർത്ഥി വന്നാൽ ചിലപ്പോൾ വോട്ട് ചെയ്യുന്നവരായിരിക്കാം, എന്തെങ്കിലും നാടിന് ഗുണം ചെയ്യുന്നവർ വന്നാൽ നമുക്കൊരു കൈ നോക്കാം എന്ന് കരുതുന്നവരും ഈ 35%-ൽ 5% ഉണ്ടാവാം. ഈ 5% അല്ലെങ്കിൽ 10% വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയാൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാം. അപ്പോൾ ജാതി ഫാക്ടർ, പൊളിറ്റിക്കൽ ഫാക്ടറിന് അപ്പുറം ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യാത്ത ഒരു 35% ആളുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിലാകെയുണ്ട്. കാരണം 70% ഒക്കെ വന്നാൽ തന്നെ നമ്മൾ 70% എന്നൊക്കെ പറഞ്ഞ് അന്തം വിടുന്നവരാണ് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ വോട്ടിംഗ് ശതമാനം കേരളത്തിൽ ഏറ്റവും രാഷ്ട്രീയ അവബോധമുള്ള, ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരെന്നൊക്കെ നടിക്കുന്ന നമ്മുടെ നാട്ടിൽ പോലും 80%-ഓ 90% ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, ജനപ്രതിനിധികളിൽ, രാഷ്ട്രീയക്കാരിൽ വിശ്വാസമില്ലാത്ത ഒരു 10-30% ആളുകൾ എന്ന് പറയുമ്പോൾ 30% എന്ന് പറഞ്ഞാൽ 10-ൽ 3 പേരാണ് നമ്മുടെ നാട്ടിലുണ്ട്. ഇവരിലെ ഒരു വിഭാഗത്തെ, ഒരു ചെറിയ ഘടകത്തെ, ഒരു 5%, 10% സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരു മാധ്യമ പ്രവർത്തകനായ. കാരണം നമുക്ക് ആരോട് ചോദിച്ചാലും രാഷ്ട്രീയം എന്തുമാട്ടെ, സുരേഷ് ഗോപി കൊള്ളാം. പിന്നെ ഒരു വർത്തമാനമുണ്ട്, സുരേഷ് ഗോപി കൊള്ളാം പക്ഷെ അയാൾ BJP ആയിപ്പോയി, ഇങ്ങനൊരു വർത്തമാനമുണ്ട്. അത് വലിയ വർത്തമാനമല്ല, ചെറിയ വർത്തമാനം. കാരണം ആ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ഇവർ എതിരല്ല, സുരേഷ് ഗോപി കൊള്ളാവുന്ന ആളാണ്, BJP ആയിപ്പോയതുകൊണ്ടാണ്. പക്ഷേ ഇനി BJP മുന്നോട്ടുള്ളൂ എന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്.
വളരെ ഒരു പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഇവൻ എൻ്റെ കുഞ്ഞാടാണ്, എൻ്റെ ആളാണെന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് എൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഇവൻ എൻ്റെ പ്രിയൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ കല്യാണത്തിന് വന്നു, അതെ, തിരസ്കരിക്കാനുള്ള ഒരു മനോഭാവം ഈ പറഞ്ഞ നിഷ്പക്ഷരായ നാടിൻ്റെ വികസനമൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവുമോ? അതിലൊരു മാറ്റം ഉണ്ടായി. എന്തിന് വെറുതെ ഒരു എം പി വി എസ് സുനിൽകുമാർ ജയിച്ചു പോയാലും പ്രതാപൻ ജയിച്ചു പോയാലും തൃശ്ശൂരിന് കിട്ടാൻ പോകുന്നത് വെറും ഒരു എം പിയാണ്. ഇപ്പം നമ്മൾ പ്രതാപൻ്റെയൊക്കെ പാർലമെൻറ്റിൽ പ്രസംഗമൊക്കെ കേട്ട് പെറ്റ തള്ള സഹിക്കൂല. അദ്ദേഹം എന്നിട്ട് പറയുന്നതാണ്, അതൊക്കെ ഞാൻ മോദിയെ അമിത്ഷായെയും വിരൽ ചൂണ്ടി പറഞ്ഞു, സ്വപ്നത്തിൽ പറഞ്ഞ കാര്യമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. സുനിൽകുമാർ ഒരു കേരളത്തിലെ ഒരു നല്ല MLA ആയിരുന്നു, മികച്ചതെന്ന് പറയാനൊന്നുമില്ലെങ്കിലും ഒരു ആവറേജ് മന്ത്രിയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ CPI എന്ന് പറയുന്ന നാമമാത്രമായ സ്വന്തം ദേശീയ പദവി പോലും നഷ്ടപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി പ്രതിപക്ഷ ബെഞ്ചിൻ്റെ പിൻനിരകളിലിരിക്കുന്ന ഒരു MPയെ കിട്ടിയിട്ട് തൃശ്ശൂരിന് എന്താണ് ഗുണമെന്ന് തൃശ്ശൂർക്കാർ ആലോചിക്കും. അപ്പോഴാണ് നമുക്ക് ഏത്തക്കൊല രാഷ്ട്രീയവും ശ്രാദ്ധമുണ്ടുന്ന രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് ആളുകൾ വികസനത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ തൃശ്ശൂരിൻ്റെ ചിത്രം മാറും. തൃശ്ശൂരിൻ്റെ ചിത്രം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കലായിരിക്കും. കാരണം ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, സാധ്യതകൾ വിലയിരുത്തുന്ന അങ്ങനെയാണ്, പാർലമെൻറ്റ് സീറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാളെ കേരളത്തിലെ ജനത സംഭാവന ചെയ്താൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആ വ്യക്തിക്ക് ഒരു വലിയ അംഗീകാരം തരും. അത് കേരളത്തിന് ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ സഹമന്ത്രി സ്ഥാനമല്ല, ഒരുപാട് കാലത്തിന് ശേഷം AK ആൻ്റണിക്കും വയലാർ രവിക്കും ഒക്കെ ശേഷം കേരളത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയെ സ്വന്തമാക്കാനുള്ള അവസരമാണ് തൃശ്ശൂർക്കാർക്ക് വന്നിരുന്നത്. അവിടെ വാഴക്കൊല മൂത്ത് പഴുക്കുമോ, പ്രതാപൻ്റെ കൊല പ്രതാപൻ്റെ കയ്യിലിരിക്കുമോ, വഴിയാധാരമായി പോവുമോ എന്ന് നമുക്ക് വൈകാതെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.